വരിക, എന്റെ പിതാവ് നിനക്കായി ഒരുക്കിയിട്ടുള്ള നിത്യരാജ്യത്തിന് അവകാശം സ്ഥാപിച്ചു കൊള്ളുക. മോനെ പത്രോസേ, ഒന്നുകൂടി ഒന്ന് നോക്കിയേ, എന്റെ പേരൊന്നൊന്ന്. നീ ഏതാ മോനെ? നിങ്ങളുടെ മോനേതാ? എന്റെ പെറ്റല്ലേ അങ്ങ് നാട്ടിലാ, കുട്ടനാട്ടില്. പിന്നെ എങ്ങനെയാ നിങ്ങളുടെ മോനെ വന്നത്? തലവടി പത്രോസിന്റെ മകൻ പുന്നൂസ്, മകനെ നിന്റെ പേര് ഈ ജീവപുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. അതെന്നാ, ഞാനേ എല്ലാ സൺഡേയിലും ചർച്ചിൽ പോകാറുണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ കൂട്ട് ഡബിൾ പേയ്മെന്റ് ഓവർ ടൈം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറില്ല. എല്ലാ ട്യൂസ്ഡേയിലും പേയ്മെന്റ് പ്രയറിന് കൃത്യമായിട്ട് പങ്കെടുക്കാറുണ്ട്. ഞാൻ സൺഡേ സ്കൂളിന് എന്റെ കുട്ടികളെ കൃത്യമായിട്ട് വിടാറുണ്ട്. സ്തോത്ര കാഴ്ച കൃത്യമായിട്ട് ഇടാറുണ്ട്. എല്ലാ മാസവും ദശാംശം കറക്റ്റായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെന്താ എന്റെ പേരില്ലാത്തത്? മാറി നിൽക്കുന്നുണ്ടോ? കൂടെ കൂടിയിരിക്കുക. എങ്ങനെയെങ്കിലും കേറി പോകാൻ നോക്കപ്പെടാം. നീ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചില്ല. നീ ഉഗ്ര കോപിയാണ്. കോപം പാപത്തിന് അടിമപ്പെടുത്തു. നിന്റെ ജോലി തിരക്കിൽ സ്നേഹം, സമാധാനം, സൗമ്യത എന്നിവ നിന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും കാണിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നീ മറന്നുപോയി. നീ മീറ്റിംഗ് കൂടിയെങ്കിലും അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ദൈവദാസന്മാരുടെയും സഹവിശ്വാസികളുടെയും കുറ്റം പറഞ്ഞു പരത്തുന്നു. കലഹിച്ചും വഞ്ചിച്ചും അസൂയപ്പെട്ടുമല്ലേ നീ ജീവിച്ചത്? പല വാണിംഗും ദൈവദാസന്മാരും സഹവിശ്വാസികളും തന്നിട്ട് നീ അനുദപിച്ചില്ല. നീ ചെയ്യുന്നതെല്ലാം നിനക്ക് ശരിയായി. സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നീ തന്നെ നിനക്ക് നിശ്ചയിച്ചു. പോകാം, ഞാൻ നിന്നെ അറിയുന്നില്ല. മാളിയേക്കൽ വർഗീസ് തോമസ്, അത് ഞാനാണ്. നീ നോർത്ത് ഇന്ത്യയുടെ ദേശത്ത് ദൈവവേല ചെയ്തു സാധുക്കളായ ഗ്രാമവാസികളെ കർത്താവിന്റെ സ്നേഹം അറിയുവാനും ഇടയാക്കിയത്, കർത്തൃനാമത്തിൽ നിന്ദകളും പീഡകളും സഹിച്ചത്, അവന്റെ നാമത്തിന് രക്തസാക്ഷിയായത് ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കും. നീ നിന്റെ ഓട്ടം തികച്ചു. ഇനി നീതിയുടെ കിരീടം നിനക്കായി കാത്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിലേക്ക് നിനക്ക് സ്വാഗതം. ആൾക്കാരെ മുഴുവൻ മതം മാറ്റിയിട്ട് എല്ലാരും കൂടി തല്ലി കൊന്നിട്ട് ദാണ്ട് കേറി പോന്നു. ഇതെവിടുത്തെ ന്യായാണ്? DJ Jackson, musician and worship leader. Yes, I am. ഓ, ഇവനെ എനിക്കറിയാലോ. ഇവൻ സ്വർഗത്തിന് കൂടി താഴെ ഇറക്കുന്ന വലിയ പാട്ടുകാരനാണ്. ഇവന്റെ പാസ് ഇപ്പൊ തന്നെ കിട്ടും. ഭാഗ്യവാൻ. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ കാണുന്നില്ലല്ലോ. എങ്ങനെ ഓക്കുന്നത്? ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ ഗായകനായി അറിയപ്പെടുന്ന ആളാണ് ഞാൻ. എന്റെ പ്രോഗ്രാമിന്റെ പോസ്റ്ററുകളും സീഡുകളും ഇന്ന് മുഴുവൻ ലോകത്ത് ലഭ്യമാണ്. അതൊക്കെ ശരി തന്നെ. നീ ദൈവനാമത്തിൽ പാട്ടുകൾ പാടി നിന്റെ തുടക്കം നല്ലതായിരുന്നു. എന്നാൽ നീ പിന്നീട് ഞാൻ തന്ന നിന്റെ കഴിവുകളിൽ നീ ദൈവത്തിങ്കിലേക്കാണ്, നിന്നിലേക്കാണ് ജനത്തെ ആകർഷിച്ചത്. അതിനാൽ നിന്റെ പ്രവൃത്തിക്ക് ഫലമില്ലാതെയായി. നിങ്ങൾ ഭൂമിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിന്നിലൂടെ കർത്താവിന് എന്ത് പ്രയോജനമുണ്ട്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നിനക്ക് പോകാം.
കാര്യം പോക്കാട മോനെ. മദ്യപാനി സ്വർഗരാജ്യ അവകാശമാക്കില്ലെന്ന് ഏത് കുഞ്ഞിനാ അറിയില്ലാത്തത്? എന്റെ അമ്മച്ചി, എന്നോട് ദൈവം ക്ഷമിക്കും. എന്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ജീവിതം പോലും ഞാൻ അവളെ സ്നേഹിച്ചതാണ്. അവൾ എന്നെ വഞ്ചിച്ചു. എന്നെ ഒരു വിടുതലിന് വേണ്ടിട്ടാണ് ഞാൻ മദ്യം കഴിച്ചത്. അതത്ര വലിയ തെറ്റൊന്നല്ല. എന്റെ ഭാര്യയല്ലേ കാരണക്കാരി. ആട്ടെ, നീ എങ്ങനെ ഇങ്ങോട്ട് പോന്നത്? അതെ, ദുഃഖം മറക്കാനായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടിട്ട് ഒരു ചെറിയൊരു പാർട്ടി വെച്ചു. പാർട്ടി അപ്പൊ തോന്നി ഓടുന്ന ഒരു ട്രെയിനിന്റെ ഏതിന്റെ മുമ്പില ഓടുന്ന ഒരു ട്രെയിനിന്റെ മുമ്പിലാണ് നിന്നിട്ട് ഒരു സെൽഫി എടുക്കണമെന്ന് ഈ പിള്ളേര് വാട്സാപ്പിലൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നോർത്ത് ഞാൻ പാളത്തിലേക്ക് കയറി അങ്ങനെ നിന്നു. ഏതിന്റെ മുമ്പില് ഓടുന്ന ഒരു ട്രെയിനിന്റെ മുമ്പിലേക്കാണ്. ഒരു കാറ്റടിച്ചു. ഇത്രയും ഞാൻ അറിഞ്ഞുള്ളൂ. പിന്നെ ബോധം വന്നപ്പോ ഇവിടെ മകനെ, മദ്യപിപ്പാൻ നിനക്ക് ന്യായീകരിക്കാൻ കാരണങ്ങളുണ്ടായിരുന്നില്ല. മകനെ, മദ്യപാനി സ്വർഗരാജ്യത്തെ അവകാശമാക്കി നിനക്ക് പോകാം. എന്റെ ദൈവമേ, ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് കള്ളന്മാരും കൊള്ളക്കാരും മദ്യപാനികളും മാത്രാണ് നരകത്തിൽ പോകുന്നതെന്നായിരുന്നു. ഉഗ്രകോപികൾ പോലും നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് അറിയില്ലായിരുന്നല്ലോ ദൈവമേ. ഇനി ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പാവ എന്റെ മോളമ്മ എത്രയോ തവണ എന്നെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിച്ചതാ. എന്നാൽ ആ അവസരങ്ങളൊക്കെ ഞാൻ വൃഥാ മുടിച്ചു കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, ഇനി എനിക്കൊരവസരം കിട്ടുകയില്ലല്ലോ. ഭൂമിയിലുള്ളവരോടെങ്കിലും ഇതൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെല്ലാം അറിയുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, മനസ്സിലാക്കുവാൻ ഭൂമിയിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാർ ധാരാളമാണ്. പല മാധ്യമങ്ങളും വചനം വീണ്ടും വീണ്ടും കേട്ട് തന്നെ താൻ ചതിക്കുന്നവന് ശിക്ഷ ഉറപ്പാണ്. അവരവരുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച ഈ കൃപായുഗത്തിൽ ക്ഷമിക്കുന്ന ദൈവം അവരുടെ അപേക്ഷ സ്വീകരിക്കും. ജഡീകമായി ജീവിക്കുന്നത് ഒന്നും മതിയാക്കും മനുഷ്യൻ. ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യവാക്യമാക്കുന്നത്. നശിച്ചു പോകാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിക്കും. മാതാപിതാക്കളെ, നമ്മുടെ സ്വന്തം ഭവനത്തിൽ, സമൂഹത്തിൽ സാക്ഷി, പക, പിണക്കം എന്നിവയ്ക്ക് പകരം സ്നേഹം, ദയ, ക്ഷമ, പ്രാർത്ഥന, വചനധ്യാനം ഇവയൊക്കെ ഈ കുരുന്ന മനസ്സുകളെ ഒന്ന് കുത്തി നിറയ്ക്കാൻ. എന്നാൽ ഈ ദുഷ്ടലോകത്ത് അവർ ജീവിച്ചാലും അവർ സ്വർഗരാജ്യത്തിൽ തിളങ്ങുന്ന മുത്തുകളായി നിത്യരാജ്യത്തിന് അവകാശമായി. നമ്മുടെ രാജാവ് മധ്യാകാശത്തിൽ വേഗം വരും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കയ്യിൽ. ജയിക്കുന്നവൻ ജീവകിരീടം പ്രാപിക്കും. ഈ സ്കിറ്റ് ഇതാ ഇവിടെ പൂർണ്ണമാകും. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ് തുടരണം. അതിനായി ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.